ലക്ഷണം നോക്കുക എന്ന സ്വഭാവം അധിക ആളുകൾക്കുണ്ട്. ലക്ഷണം നോക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു കറുത്ത പൂച്ച മുന്നിലൂടെ പോയി, അപ്പോൾ തീരുമാനിക്കണെന്ത്, ഇന്ന് പോകണ്ടെന്ന്. അത് ലക്ഷണക്കേടായിട്ട് എല്ലാവരും കാണാം. പൂച്ചക്കൈ കൂടെ പോകണ്ടേ? പൂച്ചക്ക് പോകേണ്ട സ്ഥലത്ത് കൂടെ പോകണം. ചില ജീവികളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ഒരു വിഷയത്തിന് നമ്മൾ ഒരുങ്ങിയപ്പോൾ പാത്രം പൊട്ടി അല്ലെങ്കിൽ ഗ്ലാസ് പൊട്ടി, ഇതിലൊക്കെ ലക്ഷണം നോക്കി നടക്കുക എന്നൊരു സ്വഭാവം ഇന്ന് കുറേ ആളുകളിലുണ്ട്. അങ്ങനെ ലക്ഷണം നോക്കി നടക്കരുത്. കാരണം എന്താണെന്നറിയോ? ലക്ഷണം നോക്കി നടക്കുകയല്ല ചെയ്യേണ്ടത്. ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്. നീ ഒരു കാര്യത്തിന് ഒരുങ്ങി തയ്യാറായാൽ അള്ളാഹുവിന് പരമേൽപ്പിക്കണം. ഒരിക്കലും നീ അതാ ലക്ഷണം നോക്കി നടക്കരുത്. അതുകൊണ്ട് തന്നെ ഈ 3 സ്വഭാവവും ഉമ്മത്തിനുണ്ടാകുമെന്ന് പറഞ്ഞത് സ്വഹാബികൾക്ക് ബേജാറായ സമയത്താണ് ചോദിച്ചത്. ഇതെങ്ങനെയാണ് ഒഴിവാക്കുക? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഒഴിവാക്കാനുള്ള മാർഗം പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് പരിശുദ്ധമായ ശഹ്റു റമളാൻ, അതിനെ സ്വീകരിക്കാൻ നിൽക്കുന്ന ഞാനും നിങ്ങളും ആദ്യമായി ക്ലിയറാക്കേണ്ടത് നമ്മുടെ ഹൃദയമാണ്. ഹൃദയം ശുദ്ധിയില്ലാതെ ഈമാന് ആ ഹൃദയത്തിൽ കയറൂല. ഹൃദയം ശുദ്ധിയില്ലാതെ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിന് ശ്രദ്ധ കിട്ടൂല. ഹൃദയം ശുദ്ധിയില്ലാതെ നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്താലും ആ കർമ്മങ്ങൾക്ക് ആവശ്യമായ ആത്മീയ അനുഭൂതി ലഭിക്കുകയില്ല. അതുകൊണ്ട് കേന്ദ്രമാണ് ഹൃദയം. ആ ഹൃദയം നമ്മൾ ക്ലിയറാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ പരമമായ ലക്ഷ്യം അത് സ്വർഗമാണല്ലോ, ശാശ്വതമായ സുഖമാണല്ലോ. ആ സ്വർഗം ലഭിക്കാൻ ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാതി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. ഈമാൻ ശരിപ്പെടുത്തേണ്ടതുണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ മുമ്പ് നമ്മുടെ ഹൃദയം വൃത്തിയാക്കേണ്ടതുണ്ട്. ഈ 3 കാര്യങ്ങളും കൂടെ സംഗമിക്കുമ്പോഴാണ് കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ, അവർക്ക് എന്നെന്നും താമസിക്കാനുള്ള സ്വർഗം ലഭിക്കുകയുള്ളൂ. ഖാലിദീന ഫീഹാ, ആ സ്വർഗത്തിൽ അവർ എന്നെന്നും ശാശ്വതരായിരിക്കും. ലാ യബ്ഗൂന അൻഹാ ഹിബലാ, ആ സ്വർഗത്തിൽ നിന്ന് മാറിപ്പോകാൻ ആരും ആഗ്രഹിക്കുകയില്ല. അതിൽ നിന്ന് പുറത്താക്കുന്ന പ്രശ്നമില്ല. അപ്പൊ നമ്മുടെ ലക്ഷ്യമായ സ്വർഗം ലഭിക്കണമെങ്കിൽ തഖ്വയാണ് അതിന് വേണ്ട. പാസ് കിട്ടണമെങ്കിൽ തഖ്വ വേണം. മുത്തഖിയായി മാറണം. ആ മുത്തഖിയായി മാറാനുള്ള മാസമാണ്, തഖ്വ വർദ്ധിപ്പിക്കാനുള്ള മാസമാണ് പരിശുദ്ധമായ ശഹ്റു റമളാൻ. ആ ശഹ്റു റമളാനിൽ നമ്മൾ നന്നായി ഒരുങ്ങണം. അതുകൊണ്ടാണ് സ്വഹാബികളെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങൾ ഒരു പ്രഭാഷണം നടത്തി. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഖദ് അദല്ലകും ശഹ്റുൻ അദീമുൻ മുബാറകുൻ, ഇതാ നിങ്ങൾക്കിതാ വലിയ ബറക്കത്തുള്ള വലിയ മഹത്വമുള്ള ഒരു മാസം ഇതാ വന്നിരിക്കുന്നു. ആ മാസത്തിന്റെ പ്രത്യേകത എന്താണ്? ഇദാ ദഖല ശഹ്റു റമളാൻ, ഇദാ ജാഅ റമളാൻ ഫുതിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടു. വഗുല്ലികത് അബ്വാബുൻ നാർ, നരകത്തിന്റെ കവാടം അടക്കപ്പെട്ടു. വസുദിഫത്തിശ് ശയാത്തീൻ, പിശാചിനെ കെട്ടിയടക്കപ്പെട്ടു. നമ്മുടെ ഒരു ശത്രുവിനെ അല്ലാഹു തആല കെട്ടിയിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ സ്വന്തം തടീച്ചയാകുന്ന ശത്രുവിനെ നേരിടണം. വഖാലിഫിൻ നഫ്സ വശൈത്വാന വഅസിഹിമാ വഇൻഹുമാ മഹളാ കന്നുസുഹ ഫത്തഹിമി മൗലായ സ്വല്ലി വസൽ.
ആ പരിശുദ്ധമായ റമദാൻ വരുമ്പോൾ സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ സ്വർഗത്തിലേക്ക് മാടി വിളിക്കുകയാണ്, സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നരകത്തിന്റെ കവാടം അടക്കപ്പെട്ടിരിക്കുകയാണ്. ആ റമദാനിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് വേണം റമദാനിലേക്ക് കടക്കാൻ. അതുകൊണ്ടല്ലേ നബിതങ്ങൾ പറഞ്ഞത്, ലൗ യഅലമുൽ ഇബാദു മാ ഫീ റമദാന ലതമന്നതു ഉമ്മത്തി അൻ തകൂന സനതു കുല്ലുഹാ റമദാൻ. റമദാനിന്റെ മഹത്വം മനസ്സിലാക്കേണ്ട രൂപത്തിൽ ആരെങ്കിലും മനസ്സിലാക്കിയാൽ എല്ലാ വർഷവും വർഷത്തിലെ മുഴുവൻ മാസങ്ങളും റമദാൻ ആകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ റമദാനിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, ആ റമദാനിനുണ്ടൊരു രാത്രി. ആ രാത്രിയുടെ പ്രത്യേകത എന്താണ്? ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തിനേക്കാൾ മഹത്വമുണ്ട്. ആ രാത്രി ഏത് രാത്രിയാണെന്ന് നിർണയിക്കപ്പെട്ടിട്ടില്ല. റമദാനിലെ ഏത് രാത്രിയും ആകാം, പ്രത്യേകിച്ച് അവസാനത്തെ 10 രാവുകൾ ആവാം. അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളാകാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുജാവിറു ഫിൽ അശ്രിൽ അവാഖിരി മിൻ റമദാൻ. റമദാനിലെ അവസാനത്തെ 10 നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി മറ്റുള്ള എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇബാദത്തിന് വേണ്ടി തയ്യാറാകാറുണ്ട്. എന്നിട്ട് തങ്ങൾ പറയാണ്, തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ അശ്രിൽ അവാഖിർ. നിങ്ങൾ അവസാനത്തെ 10 റമദാനിനെ നിങ്ങൾ റമദാനിലെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ലൈലത്തുൽ ഖദ്ർ എന്ന മഹത്തായ രാത്രി ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ്. അപ്പൊ റമദാനിന്റെ ഓരോ മഹത്വങ്ങൾ മനസ്സിലാക്കി റമദാനിലേക്ക് കടക്കണം. ആ റമദാൻ ശഹ്റുൻ ജഅലല്ലാഹു സിയാമഹു ഫരീള. റമദാനിലെ പ്രധാനപ്പെട്ട 2 ഇബാദത്തുകൾ, ഒന്ന് പകൽ സമയത്തെടുക്കുന്ന നോമ്പാണ്, വഖിയാമ ലൈലിഹി തതവ്വുആ. മറ്റൊന്ന് രാത്രിയിൽ നിസ്കരിക്കുന്ന തറാവീഹ് നിസ്കാരമാണ്. ഈ 2 അമലുകളാണ്, ഇബാദത്തുകളാണ് റമദാനിലെ സ്പെഷ്യൽ അമലുകൾ. നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോമ്പ് പറഞ്ഞാൽ കുറെ ആളുകൾ മനസ്സിലാക്കി, കുറെ അന്നപാനീയങ്ങൾ ഒഴിവാക്കിയാൽ അതുകൊണ്ട് നോമ്പായി എന്നാണ്. അന്നപാനീയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വയറിൻ്റെ നോമ്പായി. കണ്ണിനും കാതിനും ഓരോ അവയവങ്ങൾക്കും നോമ്പുണ്ട്. ആ നോമ്പിനെന്ത് വേണം? എല്ലാ അവയവങ്ങളെയും ഇംസാക്ക് ചെയ്യണം. മുഹറമാത്തായ ഹറാമായ മുഴുവൻ വിഷയങ്ങളിലും തടഞ്ഞു നിർത്തണം. അവയവങ്ങളെ തടഞ്ഞു വെക്കണം നിഷിദ്ധമായ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും. അങ്ങനെ ആയിരിക്കണം ശഹ്റു റമദാനിനെ വരവേൽക്കേണ്ടതും കൊണ്ടാടേണ്ടതും. റമദാനിലെ പ്രധാനപ്പെട്ട അമലായ നോമ്പിന്റെ നിയമങ്ങൾ പഠിക്കണം.